guys, welcome to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്നൊരു ചാർജറാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാർക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഫോണിൽ ചാർജ് ഉണ്ടാകത്തില്ലല്ലോ, ടി വിയും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഫോണിൽ ചാർജിങ് നമ്മൾ ഒരു ചാർജർ ഉണ്ടാക്കുന്നു, 2 മൂടി വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 മൂടി, പിന്നെ ഒരു USB ഫീമെയിൽ പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെഗുലേറ്റർ IC 7805 എന്ന് പറയുന്ന 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ എമർജൻസി പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ USB പോർട്ട് ഈ മുടിക്കകത്തേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് നമുക്കൊരു ഹോൾട്ട് എടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നമുക്കിനി ഇതൊന്ന് ഈ പ്രസിഡന്റ് ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. USB പോർട്ട് കയറാൻ പാകത്തിനുള്ളൊരു ഹോള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു 2 പേർ വരുന്ന ഒരു വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വയറൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ട് അറ്റം നല്ലപോലെ പിരിച്ചു കൊടുത്തിട്ട് നമുക്ക് വയറിനകത്തേക്ക് സോൾഡർ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഈ USB കണക്ടറിൽ ഇവിടെ ആദ്യം ഇടത് ഭാഗത്തായിട്ട് ഫസ്റ്റ് കാണുന്ന പിന്നാണ് നെഗറ്റീവ് പിന്ന്. പിന്നെ ടോട്ടൽ 4 പിൻസാണ് ഉണ്ടാവുക. അതേപോലെ വലതു ഭാഗത്തായിട്ട് കാണുന്ന 4ാമത്തെ പിന്നാണ് പോസിറ്റീവ്, ഇടത് ഭാഗത്ത് കാണുന്ന പിന്നെ നെഗറ്റീവ് പിന്ന്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് വയർ സോൾഡർ ചെയ്തെടുക്കണം. നെഗറ്റീവ് ബ്ലാക്ക് വയറും പോസിറ്റീവിൽ നമ്മളെ ബ്രൗൺ വയറും നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ പിൻസ് ഒന്ന് ചിരണ്ടി കൊടുത്ത് അതിന് മുകളിലും കുറച്ച് സോൾഡർ ആയി കൊടുക്കാം, ഒരു ബലത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. വലതു ഭാഗത്ത് പിന്നെ പോസിറ്റീവ്, ഇടതു ഭാഗത്ത് വരുന്ന പിന്നെ നെഗറ്റീവ്. ഇനി നമുക്ക് നമ്മുടെ ഈ USB ഫീമെയിൽ പോർട്ട് നമ്മുടെ മൂടിക്കകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇളകി പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം.
നമുക്ക് രണ്ടാമത്തെ മൂടിയിൽ ചെറിയൊരു ഹോൾട്ട് എടുക്കണം. നമ്മുടെ കണക്ടറിൻ്റെ വയർ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു ഹോൾ നമുക്ക് ആക്കിയെടുക്കാം. നമ്മളിവിടെ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കണക്ടറിൻ്റെ വയർ ആ ഹോളിൽ കൂടെ ഇറക്കി കൊടുത്തിട്ട് ആ കണക്ടർ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂവോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിവിടെ ഒരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ കണക്ഷനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ IC 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ IC ആണ്. ICക്ക് 3 പിൻസാണുള്ളത്. പിൻ നമ്പർ 1 ഇൻപുട്ട്, പിൻ നമ്പർ 2 ഗ്രൗണ്ട്, പിൻ നമ്പർ 3 ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിൽ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യണം. പിൻ നമ്പർ 1 നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യണം. പിൻ നമ്പർ 2 നമ്മൾ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് വയർ നമുക്ക് USB പോർട്ടിൻ്റെയും അതേപോലെ നമ്മുടെ കണക്ടറിൻ്റെയും നെഗറ്റീവ് വയർ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പിൻസൊക്കെ ഒന്ന് ചിരണ്ടിയിട്ട് ഒന്ന് സോൾഡർ പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. പിൻ നമ്പർ 1 നമ്മൾ ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു. അതേപോലെ പിൻ നമ്പർ 2 നമ്മൾ ബാറ്ററി ടെർമിനലിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ USBയുടെയും നെഗറ്റീവ് വയർ ഒരുമിച്ച് പിരിച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിൻ നമ്പർ 2 പിൻ നമ്പർ 3 അതായത് ഔട്ട്പുട്ട് പിന്നിൽ നമ്മൾ നമ്മുടെ USB സോക്കറ്റിൻ്റെ പോസിറ്റീവ് വയറും കണക്ട് ചെയ്തു. അപ്പം നമ്മുടെ കണക്ഷൻസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ IC ഈ മൂടിക്കകത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ലെഗൊക്കെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഈ മൂടിക്കകത്തേക്ക് ഇറക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ പവർ ബാങ്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 മൂടികൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാണാൻ പറ്റുന്നതാവും നമ്മുടെ പവർ ബാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ 9 വോൾട്ടിൻ്റെ HW ബാറ്ററി 20 രൂപയുള്ള ആ ബാറ്ററിക്ക് ആ ബാറ്ററി നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഫോണിൽ കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോൺ ഇവിടെ ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.